ഹായ്, നിഷാസ് ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയാണ് ഞാൻ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമില്ല, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ച ക്യാബേജാണ്. ക്യാബേജിന് അതായത് മഞ്ഞ് സമയത്താണ് നമ്മുടെ ഈ ക്യാബേജ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. തണുപ്പ് സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്യാബേജ് നടുന്നതും അതിൽ നിന്നും വിളവെടുക്കുന്നതും. അതായത് ഈ ക്യാബേജിനെ പറ്റി എപ്പോഴാണ് നമ്മൾ നടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫെബ്രുവരി മാർച്ചോടെ നമുക്കിതിൽ നിന്ന് വിളവെടുത്ത് കഴിയണം. അതായത് മഞ്ഞ് തീരുന്നതിന് മുൻപ് നമ്മുടെ ഇത് വിളവെടുപ്പ് ആകും. അതപ്പോൾ എൻ്റെ ക്യാബേജൊക്കെ ഒരുവിധം പിടിച്ചു വരുന്നുണ്ട്. കാലിഫ്ലവർ ഞാൻ നട്ടില്ല, കാരണം എനിക്ക് ക്യാബേജ് വാങ്ങിയ സമയത്ത് നഴ്സറിയിൽ കാലിഫ്ലവർ ഇല്ലായിരുന്നു. പിന്നെ ഈ ക്യാബേജിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം, ക്യാബേജ് ആയാലും ശരി തന്നെ, കാലിഫ്ലവർ ആയാലും ശരി തന്നെ, വേഗത്തിൽ പുഴു പിടിക്കും. കണ്ടോ, നമ്മൾ 1-2 ദിവസം ഇതിനെ കെയറിങ് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ ഈ ഇലയിലോട്ട് ഒച്ചോ എന്തെങ്കിലുമൊക്കെ പിടിക്കും. കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഇല കണ്ടോ, ഇതൊക്കെ ഒച്ച് ഒക്കെ കയറി ഈ ഇലയെല്ലാം തിന്ന് നശിപ്പിക്കും. നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണിച്ചു തരാം. അതായത് പച്ചക്കറിക്ക് നല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലൈറ്റ് വേണം. സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ പച്ചക്കറി നല്ല രീതിക്ക് തഴച്ച് വളരുകയും ചെയ്യും, അതിൽ നിന്ന് വിളവും കിട്ടുള്ളൂ. അതായത് ഞാൻ അവിടെ നിങ്ങൾ ആദ്യം കാണിച്ച ആ ക്യാബേജ് നട്ട സമയത്താണ് ഒരു കാലിഫ്ലവർ തൈയും 2 ക്യാബേജ് തൈയും. അതിൻ്റെ ഇനി നമുക്ക് തൈ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ കാലിഫ്ലവറിനെയും ക്യാബേജിനെയും വെച്ചാൽ മതി. ഞാൻ വർഷം തോറും കാലിഫ്ലവറും ക്യാബേജും നടുന്നത് തന്നെ പക്ഷേ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതായത് ഈ ടെറസിൽ കൊണ്ട് കയറാനും ഇറങ്ങാനും ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. മണ്ണ് വളരെ കുറച്ച് മതി നമുക്കിതിന്. കൂടുതൽ നമ്മൾ കരിയില, അതായത് ഇതിൻ്റെ 1/2 ബാഗോളം ഞാൻ നിറച്ചിട്ടുള്ളത് കരിയിലയാണ്. കരിയില കമ്പോസ്റ്റ് അല്ല, നമ്മൾ ടെറസും ടൈൽസും ഒക്കെ അടിച്ച് വാരുന്ന കരിയിലയാണ്. അതുകൊണ്ട് വലിയ കഷ്ടമൊന്നുമില്ല നമുക്കിങ്ങനെ മാറ്റി. അപ്പോൾ ഞാൻ ഇന്ന് ഇതിന് വളം കൊടുക്കാൻ എടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുക്കുന്നത്. ഇതാ കണ്ടോ, ചാണകപ്പൊടി. ഇത് ചാണകപ്പൊടി ഓരോ പാത്രം വെച്ച് നമുക്ക് ഓരോ ഗ്രബിലായിട്ട് സെറ്റ് ചെയ്യാം. ഇത് ഉണങ്ങിയ നല്ല രീതിക്ക് ഞാൻ ഉണക്കിയ ചാണകപ്പൊടിയാണ്. അതുകൊണ്ട് വലിയ രീതിക്കുള്ള പുഴുക്കളൊന്നുമില്ല. പുഴുക്കൾക്ക് വേണ്ടി നമുക്കിടാൻ വേറൊരു ടിപ്സ് കൂടെ ഉണ്ട്, നമുക്കതുകൂടെ ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ഓരോ ഗ്രോ ബാഗിലോട്ട് ഈ വണത്തിന് ഇട്ട് കൊടുക്കാം. ഇതിലെല്ലാം ഞാൻ കരിയില വച്ചിട്ടുണ്ട്. കരിയിലയിൽ ഒരുപാട് നൈട്രജൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കരിയില കൂടെ വച്ചിട്ടുണ്ട്. കാരണം കൂട്ടത്തിൽ നമുക്ക് ഈ വെള്ളം അഥവാ ഒരു ദിവസം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിതിൽ നിന്ന് തണുപ്പ് നിലനിർത്തും. അതുകൊണ്ടാണ്. പിന്നെ ഈ ക്യാബേജിന് നമുക്ക് വളം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമുക്കിട്ട് കൊടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇത് കുഞ്ഞു തൈയായിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഓരോ ഇതിൻ്റെ തണ്ട് കണ്ടോ, ഈ തണ്ട് വളരെ നമുക്കിതിലോട്ട് വളം അടുപ്പിച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് വേഗം ഇതിൻ്റെ വളർച്ച കാണാൻ തുടങ്ങുന്നത്. കണ്ടോ, ഇലകളൊക്കെ മൂടി തുടങ്ങി. കണ്ടോ, അപ്പം ഈ ബഡിൽ നിന്നാണ് നമുക്ക് ക്യാബേജ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ ഇതിൻ്റെ തണ്ട് വളരെ ഇട്ട് കൊടുക്കണം. ഞാനിതാ ഇപ്പോൾ ഇതിട്ട് ഓരോ പാത്രം ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് ഇത് വളർച്ച തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കരിയില ഇട്ടതൊക്കെ ഉണങ്ങി കമ്പോസ്റ്റായി വരുന്നുണ്ട്. കണ്ടിങ്ങനെ ഞാൻ ഗ്ലൗസൊന്നും വെച്ചിട്ടില്ല, കൈ കൊണ്ട് തന്നെ ഇടുന്നതൊക്കെ. ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. മണ്ണിലൊക്കെ ഞാൻ പുതയിട്ട് കൊടുത്ത ഇലയെല്ലാം നല്ല രീതിക്ക് കമ്പോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചാണകപ്പൊടി കൂടെ നമുക്ക് ഇടുമ്പോൾ ഈ ഇലയെല്ലാം വേഗം ഇതിനോട് അടിഞ്ഞു ചേരും, കമ്പോസ്റ്റായി വേഗം മാറും. അപ്പോൾ കരിയില കമ്പോസ്റ്റും നമുക്ക് ഉണ്ടാക്കിയിടാം. അത് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് ഒരു ചിലവുമില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇടുന്നത്. ഇതുവരെ കയ്യിൽ ഗ്ലൗസൊന്നും ഞാൻ വലുതാണ് ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അതിന് ഒരു ചിലവുമില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇടുന്നത്. ഗ്ലൗസൊന്നും ഞാൻ വലുതാണ് ഉപയോഗിക്കില്ല.
അടുത്തതാ കണ്ടോ, ഇതാണ് ഞാൻ ഈ ക്യാബേജിന് ഇട്ട് കൊടുക്കുന്ന വളം. കണ്ടോ, ഈ വളം നിങ്ങൾക്കറിയോ എന്താണെന്ന്? ഇത് വേറെ ഒന്നുമില്ല, നമ്മളെ ചീമക്കൊന്നയാണ്. ഇതിൻ്റെ മൂട്ടിലോട്ടിട്ട് കൊടുത്താൽ ഈ ക്യാബേജിനും കാലിഫ്ലവറിനും വളരെ എളുപ്പത്തിൽ പുഴു പിടിക്കുന്ന പച്ചക്കറിയാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും, പുഴുക്കളാം. അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടെ മൂട്ടിലിട്ട് കൊടുക്കാം. അപ്പം പുഴുക്കൾ എളുപ്പം ഇതിലോട്ട് എഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു ഒരു കുറ്റി അമരപ്പയറിനെ പറ്റി അല്ലേ. അതിൽ ഞാനന്ന് ഫിഷ് അമിനോ ആസിഡൊക്കെ ഈ പൂക്കൾ ഉണ്ടായി തുടങ്ങിയത്, കായകൾ സ്റ്റാർട്ടായിട്ട് പിടിച്ചു തുടങ്ങിയതേ ഉള്ളൂ അല്ലേ. കണ്ട, അപ്പോൾ അതിൽ നിന്ന് കായകളൊക്കെ വലുതാകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ട, നമുക്ക് ഉള്ള കായകളെല്ലാം നല്ല രീതിക്ക് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അത് നിങ്ങളിൽ ഞാൻ കാണിച്ചു അന്ന്. അതായത് ഈ ഫിഷ് അമിനോ ആസിഡ് ഈ പൂക്കളെല്ലാം കായ്കളാക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്സായ വളമാണ്. നല്ലൊരു വളമാണ്, പൂക്കളെയൊക്കെ കായ്കളാക്കി എടുക്കാവുന്ന. ഇത് കണ്ടോ, ഇതെല്ലാം കായ്കളായിട്ടുണ്ട്. പക്ഷേ വിളവെടുക്കാറായില്ല. ഒരു 2 ദിവസത്തെ വളർച്ച കൂടെ വേണം. ഓരോ കൊമ്പിലും പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇനി അടുത്ത് പുതിയ പൂക്കളും വരുന്നുണ്ട്. കണ്ടോ, ഇവിടെയുണ്ട്. എല്ലാത്തിലും കായ്കളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എന്ന ആളെന്ന ഓപ്ഷനിലേക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.